അതുകൊണ്ട് ഇദാ ഹസബഹു അംറുൻ ഫസിഅ ഇല സ്വലാ, ഹബീബായ നബി തങ്ങൾ പരിഹാരം കണ്ടത് പ്രാർത്ഥനയിലാണ്, നിസ്കാരത്തിലാണ്. ഫർള് മാത്രമല്ല, റവാത്തിബുകൾ, സുന്നത്തുകളെ. ജുമുഅ കഴിഞ്ഞാൽ ഓടാൻ, നിസ്കാരം കഴിഞ്ഞാൽ ഓടി എഴുന്നേൽക്കുകയാണ്. ആരോ പിടിച്ചിട്ട പോലെ ആ ഒരു മധുരം നമ്മൾ നുകരുന്നുണ്ടോ? എന്റെ രക്ഷിതാവിന്റെ മുമ്പിൽ തക്ബീർ ചൊല്ലി നിൽക്കാൻ ഒരു വിഐപിന്റെ അടുത്ത് ഒരു അപ്പോയിന്റ്മെന്റ് കിട്ടണമെങ്കിൽ എത്ര കാത്തിരിക്കണം? അള്ളാഹു എന്ന വിവിഐപിയുടെ വിവിഐപികളെ ഉണ്ടാക്കിയവൻ അള്ളാഹു റബ്ബു ജല്ല ജലാലു. ആ റബ്ബിന്റെ ഒരു അപ്പോയിന്റ്മെന്റ് അവന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് തക്ബീർ ചൊല്ലി ഖിബിലയിലേക്ക് മുസല്ല വിരിച്ച് അല്ലാഹു അക്ബർ എന്ന് ചൊല്ലിയാൽ ആ തമ്പുരാൻ നിന്നിലേക്ക് മുഖം തിരിഞ്ഞു നിൽക്കുന്നു. നിങ്ങളായിട്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് നമ്മൾ മുഖം തിരിക്കുന്നവരെ അല്ലാഹു മുഖം തിരിക്കുകയില്ലെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ സംസാരം നമുക്ക് ഇങ്ങോട്ട് കേൾക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഖുർആൻ എടുത്തു വെച്ച് ഓത്. നമുക്ക് അള്ളാഹുവിനോട് സംസാരിക്കണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിസ്കാരത്തിൽ ചെന്ന് അല്ലാഹു അക്ബർ എന്ന് ചൊല്ലി നിസ്കരിക്കെ. രണ്ട് കമ്മ്യൂണിക്കേഷൻ സാധ്യമാകുന്ന ഇത്രയും രക്ഷിതാവുമായി, ഉടമസ്ഥനുമായി, സൃഷ്ടാവുമായി, സൃഷ്ടികളെ ബന്ധിപ്പിക്കുന്ന ഒരു സംവിധാനമുണ്ടായിട്ട് നമുക്കൊന്നത് ഉപയോഗിക്കാൻ പറ്റിയില്ലെങ്കിൽ എത്ര വലിയ നഷ്ടമാണത്. മെട്രോ ഓടുന്നുണ്ട് അല്ലേ, ഇതൊക്കെ എത്ര ആൾ ഉപയോഗിക്കുന്നുണ്ട്? ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ടായി ആൾക്കാർ ഉപയോഗിച്ച് തുടങ്ങിയേക്കാം. പക്ഷെ വലിയൊരു സംവിധാനം ഉണ്ടായിട്ട് അത് ഉപയോഗിക്കാണ്ടിരിക്കുമ്പോൾ ഒരു സങ്കടം വരൂലേ? നമുക്കൊക്കെ ഇങ്ങനെ ഒരു അപ്പോയിന്റ്മെന്റ് അള്ളാഹുവിനോട് എടുക്കാൻ ഇത്ര ഈസി ആയിട്ട് പടച്ചവൻ തന്നിട്ട് നമ്മൾ ഉരുണ്ട് കളിക്കുകയാണ്. അള്ളാഹുവേ, ഇതൊരു വലിയ നഷ്ടമായിരിക്കും. പടച്ച തമ്പുരാൻ ആ പ്രാർത്ഥനയുടെ മധുരം നമുക്ക് നൽകട്ടെ. അള്ളാഹു മധുരം നൽകട്ടെ, അള്ളാഹു മധുരം നൽകട്ടെ. ഈ മധുരം അനുഭവിച്ച ആളുകളുടെ ചില ചരിതങ്ങളിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. മഹാനായ സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു മദീന പള്ളിയിൽ 40 വർഷം ഇമാമിന്റെ തക്ബീറത്തുൽ ഇഹ്റാം നഷ്ടമായിട്ടില്ലെന്ന് വളരെ പരസ്യമായി ലോകത്തോട് പറയാൻ ധൈര്യം കാണിച്ച ഇമാം, ഫുഖഹാ ഉസ്സബ്അ എന്ന് പറയുന്ന മദീനയിലെ പ്രഗൽഭരായ ഫുഖഹാക്കളിൽ താബിഈങ്ങളിൽ പ്രമുഖനായ സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു 40 കൊല്ലം ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ പള്ളിയിൽ ഇമാമിന്റെ നേരെ പിന്നിൽ നിന്ന് ഒന്നാമത്തെ തക്ബീറിൽ 40 കൊല്ലത്തെ 5 നേര നിസ്കാരം എനിക്ക് നഷ്ടമാനത്തോടെ പറയാൻ കഴിഞ്ഞ സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു. മദീനയുടെ ജന്നത്തുൽ ബഖീയിലേക്ക് എത്തിയാൽ അവരൊക്കെ അവിടെ കിടക്കുന്നുണ്ട് എന്ന് ഓർമ്മ വേണം. സുബ്ഹാൻ